ശ്രീ എൻ ശ്രീകുമാർ, സർക്കാർ ഇതുവരെ നടപ്പാക്കിയ പദ്ധതികൾ അതുമായി ബന്ധപ്പെട്ട് ആളുകളിൽ നിന്നും അഭിപ്രായം തേടുന്നു. അത് ഒരു രഹസ്യമായ കാര്യമല്ല. അത് 80 ലക്ഷം വീടുകളിലേക്ക് പോകുന്നു എന്നുള്ള കാര്യം മുഖ്യമന്ത്രി വ്യക്തമാക്കിയതാണ്. ഇന്നിപ്പോൾ പാർട്ടി പരിപാടിയാണത്, അല്ലെങ്കിൽ പാർട്ടിയാണ് അതിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നത് എന്നുള്ള മനോരമയുടെ തലക്കെട്ട് പ്രധാനപ്പെട്ട വാർത്ത. ആ വാർത്തയെ ഇതുവരെ നിഷേധിച്ചിട്ടില്ല എന്ന കാര്യം ഓർക്കണം. അത് അങ്ങനെ തന്നെയാണ് എന്ന് വേണം അതിൽ നിന്ന് മനസ്സിലാക്കാൻ. അത് നടത്തുന്നത് ഈ പറയുന്ന ഇനി 6 മാസമേ ഉള്ളൂ എന്നുള്ളതാണല്ലോ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നത്. 6 മാസത്തേക്കല്ല, അടുത്ത 5 വർഷത്തേക്ക് കൂടി കണക്കാക്കിയിട്ടുള്ള വലിയ പരിപാടിയാണ് സർക്കാർ മുന്നിൽ കാണുന്നത്. നോക്കൂ ശ്രീമതി സ്മൃതി, ഇവരൊരു സർവേ നടത്താൻ പോകുന്നില്ല, ഒരു പഠന പരിപാടി നടത്താൻ പോകുന്നില്ല. അതായത് ഈ ഭരണം അവസാനിക്കാറായപ്പോൾ പാർട്ടി പ്രവർത്തകർക്ക് വീടുകളിൽ ചെല്ലാൻ ഭയമുണ്ടോ ഇല്ലയെന്ന് അറിയണം. അതിനു വേണ്ടിയുള്ള ഒരു കണക്കെടുപ്പാണിത്. അതായത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഓരോ വീട്ടിൽ കയറി ചെന്നാൽ ചിലപ്പോൾ ആ പ്രവർത്തകരോടുള്ള വീട്ടുകാരുടെ പ്രതികരണം എന്തായിരിക്കുമെന്ന് ആലോചിച്ചാലറിയാം. ഓരോ ദിവസവും നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആരോഗ്യരംഗമാണെങ്കിലും വിദ്യാഭ്യാസ രംഗമാണെങ്കിലും സ്മൃതി നേരത്തെ പറഞ്ഞ ഉദാഹരണങ്ങളുകൊണ്ട് ഞാൻ കൂടുതലൊന്നും കടക്കുന്നില്ല. അപ്പോൾ അതിനാളെ കിട്ടാത്തൊരവസ്ഥ വരുമ്പോൾ എന്താണ്, യുവാക്കൾക്ക് അവർക്ക് ഇങ്ങനെ കുറച്ചൊരു സർവേ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് പൈസ കൊടുക്കാൻ പറ്റും. അങ്ങനെ പൈസ കൊടുത്തിട്ട് ഇവരെ വീട്ടിലേക്ക് പറഞ്ഞു വിടുക, എന്നിട്ട് പാർട്ടി പ്രവർത്തനം നടത്തുക. അതാണ് അതിൻ്റെ രത്ന ചുരുക്കം, വേറൊന്നുമില്ല. അല്ലാണ്ട് ഈ സർവേ നടത്താൻ ഇവർക്ക് ആരാ അധികാരം കൊടുക്കുന്നത്? ഏത് ഗവൺമെൻറ് വകുപ്പാണ് സർവേ നടത്തുന്നത്? ആരാണ് ചോദ്യാവലി തയ്യാറാക്കിയത്? ഏത് ഏജൻസിയാണ് സർവേക്ക് മേൽനോട്ടം വഹിക്കുന്നത്? അതിദാരിദ്ര്യ നിർമ്മാർജ്ജന കാര്യത്തിൽ പോലും കൃത്യമായി സർവേ നടത്താൻ പറ്റാത്ത ഇവ ഗവൺമെൻറ് ആണോ ഈ അവസാന കാലത്ത് സർവേ നടത്താൻ പോകുന്നത്? സർവേ നടത്തിക്കഴിഞ്ഞു സ്മൃതി, ഓർമ്മയില്ലേ? ജനങ്ങളുടെ തീരുമാനം അറിഞ്ഞു കഴിഞ്ഞു. നിലമ്പൂര് ജനങ്ങളുടെ തീരുമാനം അറിഞ്ഞു കഴിഞ്ഞു. LDF തോറ്റു, UDF സീറ്റ് പിടിച്ചെടുത്തു. ഒന്നാമത്തെ സർവേ. പാലക്കാട്ട് LDFിൻ്റെ 3ാം സ്ഥാനത്തേക്ക് തട്ടിയിട്ടു. UDFിൻ്റെ ഭൂരിപക്ഷം 3000-ൽ നിന്ന് 18,000-ആയി. രണ്ടാമത്തെ സർവേ. ചേലക്കര LDFിൻ്റെ 39,000 വോട്ടുകളുടെ ഭൂരിപക്ഷം 12,000-ആയി കുറഞ്ഞു. സർവേയുടെ ഫലം, UDFിൻ്റെ ഫലം. LDF കഷ്ടിച്ച് ജയിച്ച സ്ഥലം. വയനാട് ലോക്സഭാ മണ്ഡലം 7 അസംബ്ലി മണ്ഡലങ്ങളിലും UDFിന് വൻ ഭൂരിപക്ഷം. മന്ത്രി കേളുവിൻ്റെ മണ്ഡലവും തിരിച്ചു പിടിച്ചു. വൻ ഭൂരിപക്ഷം 4 ലക്ഷത്തിലധികം വോട്ടുകൾക്ക് പ്രിയങ്ക ഗാന്ധി ജയിച്ചു. അതാണ് സർവേ, അതാണ് ജനങ്ങളുടെ സർവേ. അവർ തീരുമാനിച്ചു കഴിഞ്ഞു. പിന്നെ ഇവരിപ്പോൾ പോകുന്നതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞത്, പാർട്ടി പ്രവർത്തകരെ കിട്ടാനില്ല. എങ്ങനെ പോകും LDF പ്രവർത്തകരെ? പെൻഷൻ എന്ന് പറഞ്ഞ 1,600 രൂപ 2,000 ആക്കിയെന്ന് പറഞ്ഞു. റിപ്പോർട്ടർ ചാനലിൽ ഒരാഴ്ച മുമ്പാണ് ഞാൻ കണ്ടത്. ഒരു അമ്മൂമ്മയോട് ഇവർ പോയി ചോദിച്ചു, 2,000 രൂപയാക്കിയല്ലോ. അപ്പോൾ അമ്മൂമ്മ പറയുകയാണ് 1,600 മര്യാദയ്ക്ക് കിട്ടിയാൽ മതിയായിരുന്നു എന്ന്. ഇതാണ് അവസ്ഥ. അപ്പോൾ പാർട്ടി പ്രവർത്തകർക്ക് പോകാൻ മടിയുണ്ട്. ആ മടിയൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള തീരുമാനമാണത്. അതുകൊണ്ടാണ് ഈ സർക്കുലർ അയച്ചത്. ഈ സർക്കുലർ എന്ന് പറഞ്ഞാൽ 20 കോടി രൂപ അനുവദിച്ചത് നേരത്തെയാണ്. അന്ന് അവർ പറഞ്ഞ സർവേ എന്നാണ് കേട്ടോ, പഠനമൊന്നുമല്ല പറഞ്ഞത്, സർവേ എന്നാണ് പറഞ്ഞത്. അതായത് ജനങ്ങളിലേക്ക് ക്ഷേമ പ്രവർത്തനങ്ങൾ എത്തുന്നുണ്ടോ നോക്കാനല്ലേ മന്ത്രിമാരും പാർട്ടിയും. പിന്നെ ഈ പാർട്ടിക്ക് എന്താ പണി? ഈ പാർട്ടിയുടെ പ്രാദേശിക ബ്രാഞ്ച് സെക്രട്ടറിക്ക് എന്താ പണി? അവരല്ലേ ഇത്തരം കളിതൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. നവകേരള സദസ്സ് പൊളിഞ്ഞു, അതിനുശേഷം പൗരമുഖ്യരുടെ സദസ്സ് പൊളിഞ്ഞു, അതിനുശേഷം പാലക്കാട്ട് 2ാമത്തെ ഈ മന്ത്രിസഭാ വാർഷികവുമായി ബന്ധപ്പെട്ട് സർവേ യാത്ര തുടങ്ങിയത് പാലക്കാട്ടെത്തി. അവിടെ എന്തൊരു വ്യവസായ പരിപാടി, ആളില്ല. മുഖ്യമന്ത്രി ക്ഷോഭിച്ചു. ഓർമ്മയില്ലേ മുഖ്യമന്ത്രി ക്ഷോഭിച്ചത്? ഇനി അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം തിരുവനന്തപുരത്ത് ആളെ കിട്ടാതായപ്പോഴേ അവരെ സർക്കുലർ ഇറക്കിയില്ലേ, ആളെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ട്. മമ്മൂട്ടിയെയും മോഹൻലാലിനെയും കമലഹാസനെ ക്ഷണിച്ച് 2 പേര് വരാതിരുന്നപ്പോൾ ഒരാളെങ്കിലും വരുന്നുണ്ട് എങ്കിൽ പിന്നെ കുറച്ച് ആളുകളെ കൂട്ടിക്കൊണ്ടുപോവാ എന്ന് പറഞ്ഞ് സർക്കുലർ അയച്ചില്ലേ? അപ്പോൾ അതൊക്കെ സർവേ മനസ്സിലാക്കി ഇവർ. ഇപ്പോൾ ഈ പണം 20 കോടി രൂപ അവർ ചിലവാക്കാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ പാർട്ടി പ്രവർത്തനം നടത്താൻ. ഇത് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നതല്ല സ്മൃതിക്ക് ഓർമ്മയുണ്ടാവും. നമ്മളൊരു 2-3 ആഴ്ച മുമ്പ് ഇതൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. കാരണം 20 കോടി രൂപ കൊടുത്തിട്ട് അടുത്ത ഒരു പരിപാടിക്ക് പോകുന്നു. കാരണം അതിദാരിദ്ര്യം ചർച്ച ചെയ്തപ്പോഴേ ഇതൊക്കെ ഇവരുടെ ഒരു ഭരണപരമായ അവരുടെ ഒരു നേട്ടത്തിന് വേണ്ടി അവർ കാണിക്കുന്നു, ജനങ്ങളുടെ പണം എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, സാധാരണഗതിയിൽ ഈ സർവേ എന്ന് പറയുന്നത് എന്തിനാണ് നമ്മൾ നടത്തുന്നത്? ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോഴാണ് അവരുടെ പ്രകടന പത്രിക ഒരു സർവേയാണ്. ആ പ്രകടന പത്രിക ജനങ്ങൾ അംഗീകാരം കൊടുത്താൽ ആ പ്രകടന പത്രിക നടപ്പാക്കണം. ഇവിടെ 5 വർഷമായിട്ട് പ്രകടന പത്രിക 900 നടപ്പാക്കിയെന്നാണ് പറഞ്ഞത്. ഈ 900 നടപ്പാക്കുന്നവർ എല്ലാ കാലത്തും പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ അരുൺകുമാറൻ എത്രയോ തവണ പറഞ്ഞു. പക്ഷേ അതിൽ അവസാനത്തെ ചോദ്യം ചോദിക്കുന്നുണ്ട് പ്രതിപക്ഷം. 2,500 രൂപ പെൻഷനാക്കാമെന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് അവസാന നിമിഷം വരെ ആയിട്ട് 2,000 എത്തിയുള്ളല്ലോ. അപ്പോൾ 500 രൂപ വെച്ചിട്ട് 5 വർഷത്തെ പൂർവ്വകാല പ്രാബല്യത്തോടെ കൊടുക്കാൻ പറ്റിയവർക്ക് ഇവർ കൊടുക്കുക. പൂർവ്വകാല പ്രാബല്യത്തോടെ ഒരാൾക്ക് മിനിമം 50,000 രൂപയോളം നഷ്ടപ്പെട്ടിട്ടില്ലേ?
അപ്പോൾ അങ്ങനെയാണെങ്കിൽ പൂർവ്വകാല പ്രാബല്യത്തോടെ ഞങ്ങൾ അധികാരത്തിൽ വന്ന 2021 തൊട്ട് ഞങ്ങളിതാ ഈ 500 രൂപ വെച്ച് കൂട്ടിക്കൊടുക്കാൻ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അതാണ് സർവേ, അതാണ് ചോദിക്കേണ്ടത്. അത് വീട്ടിൽ പോയി ചോദിക്കാൻ അവർക്ക് ധൈര്യമുണ്ടോ? ആരെങ്കിലും ചോദിക്കുമോ? ഇനി അതൊക്കെ പോട്ടെ, ആരോഗ്യപരമായ കാര്യം ഏത് വീട്ടിൽ പോയിട്ട് അവർ പറയാ സർക്കാർ ആശുപത്രി പോകാനായിട്ട്? ജനങ്ങൾ ഓടിക്കും. ഇനി അതും കഴിഞ്ഞു. ഈ അതിദാരിദ്ര്യത്തിൻ്റെ പേരിൽ നഷ്ടപ്പെടാൻ പോകുന്ന റേഷനെ കുറിച്ച് ഓരോ വീട്ടിൽ ചെല്ലുമ്പോൾ അവർ പറയും. ആ കാര്യം കേൾക്കണം. ഇനി പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ രംഗം, അവിടുത്തെ കാര്യങ്ങൾ അവർ പറയും. സീറ്റ് കിട്ടാത്ത കാര്യങ്ങൾ പറയും, പഠിക്കാൻ സൗകര്യമില്ലാത്ത പറയും. ഇനി അഭ്യസ്ത വിദ്യാർത്ഥികളൊക്കെ വീട്ടിൽ ചെല്ലുമ്പം എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് എവിടെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ എത്ര കാലമായി? സ്വപ്നത്തിൽ കാണാൻ പറ്റും എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ ഇനി പേര് രജിസ്റ്റർ ചെയ്യാനായിട്ട്? PSC എത്ര പേരെ നിയമിച്ചു? ആർക്കെങ്കിലും അറിയുമോ? റാങ്ക് ലിസ്റ്റ് റദ്ദാക്കപ്പെട്ടു, ആർക്കെങ്കിലും അറിയുമോ? ഒരു വനിതാ പോലീസിൻ്റെ റാങ്ക് ലിസ്റ്റിലെ റാങ്ക് പട്ടികപ്പെട്ട ഒരു യുവതിയുടെ വീട്ടിലെ ഈ CPM പ്രവർത്തകരെ സർവേ ആയിട്ട് ചെല്ലുമ്പോൾ അവർ ചോദിക്കില്ലേ, ഇതാ എൻ്റെ കൈ നോക്കൂ, ഞാൻ കർപ്പൂരം കത്തിച്ച് കൈ പൊള്ളിയതാണ്, എനിക്ക് ജോലി കിട്ടാണ്ട് തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് മുമ്പിൽ പ്രതിപക്ഷം ഇടയ്ക്ക് നടത്തുന്ന ഈ പ്രതികരണങ്ങൾ പ്രതിപക്ഷ നേതാവ് ഒരു ബൈറ്റ് കൊടുത്തു പോകുന്നതല്ലാതെ എവിടെ ഏറ്റെടുക്കുന്നു പ്രതിപക്ഷം ഈ വിഷയങ്ങൾ? നല്ല ഉറപ്പുണ്ടല്ലോ, നല്ല ധാരണയുണ്ടല്ലോ ഓരോ വിഷയത്തെക്കുറിച്ചും. അപ്പോൾ എവിടെയാണ് പ്രതിപക്ഷത്തിന്റെ സമരങ്ങൾ കാണുന്നത്? നോക്കൂ സ്മൃതി, പ്രതിപക്ഷത്തിന്റെ സമരത്തിന്റെ വിജയമല്ലേ നിലമ്പൂരും ഞാൻ ഈ പറഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കണ്ടത്? നിലമ്പൂരിൽ ഒരു പ്രത്യേക വരുമ്പോൾ മറ്റൊരു പ്രത്യേക സാഹചര്യമായിരുന്നില്ലേ? അവിടെ ഒരു അൻവർ ഫാക്ടർ ഉണ്ടല്ലോ. അല്ല ആയിക്കോട്ടെ, പാലക്കാട് എന്ത് സാഹചര്യ? മന്ത്രി കേളുവിൻ്റെ മണ്ഡലത്തിൽ എന്ത് സാഹചര്യ? തൃക്കാക്കരയും വിട്ടുകളയാം, കാരണം തുടക്കത്തിലുള്ള പോട്ടെ സാരമില്ല, പുതുപ്പള്ളിയും വിട്ടുകളയാം. ഈ നിലമ്പൂരെന്ന് വെച്ചാൽ അവരുടെ കയ്യിൽ നിന്ന് സീറ്റല്ലേ. അൻവർ ഫാക്ട് എന്ന് പറഞ്ഞ് ഇവർ പറഞ്ഞ എന്താ, അൻവർ ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നത് ജയിക്കായിരുന്നല്ലേ പറയുന്നത്. അങ്ങനത്തെ മണ്ടത്തിൽ ആരെങ്കിലും പറയുമോ? ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ ഗവൺമെൻറ്റിനെ കുറിച്ച് ജനങ്ങൾക്കൊരു ധാരണയുണ്ട്. ആ ധാരണ എന്ന് പറയുന്നതാണ് ജനകീയ പ്രതികരണങ്ങൾ. അതാണ് നമ്മൾ കണ്ടത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ CPMൻ്റെ നേതാക്കൾക്കും പ്രവർത്തകർക്കും നോക്കൂ സ്മൃതി, ഒന്ന് സാമാന്യ ബുദ്ധിയോടൊന്ന് ആലോചിച്ച് നോക്കൂ. അതിദാരിദ്ര്യമില്ല എന്ന് പറഞ്ഞതിന് 3 ദിവസം മുമ്പാ, ഇന്നലെ മിനിങ്ങന്നൊക്കെ പത്രത്തിൽ ഓരോരോ കഥകൾ വരുന്നില്ലേ, ഓരോരോ വാർത്തകൾ വരുന്നില്ലേ? ഇവരൊക്കെ അതിദാരിദ്ര്യത്തിൽപ്പെട്ടവരല്ലേ? ഇവരുടെയൊക്കെ വീട്ടിലൊക്കെ പോകാൻ പറ്റുമോ? ഇവരെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ചാൽ പാർട്ടി പ്രവർത്തകർ സജ്ജരാണോ? അവർക്ക് വീടുകളിൽ പോകാൻ ലജ്ജയുണ്ടോ? ആ ലജ്ജ മാറിയോ? അതറിയണമെങ്കിൽ ഈ സർവേ എന്ന പേരിൽ പണം കൊടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇന്ന് പാർട്ടി ഇട്ട സർക്കുലർ, പാർട്ടി ഇട്ട സർക്കുലർ ശരിയാണ്, ഞാൻ അന്വേഷിച്ചു, അത് ശരിയാണത്. കാരണം അതിലെന്താണെന്ന് വെച്ചാൽ സർവേ നടത്തുക എന്നുള്ളതല്ല കാര്യം, പഠനവുമല്ല കാര്യം. നിങ്ങളുടെ ഒരു പെൻഷൻകാരുടെ വീട്ടിൽ അവർ മിക്കവാറും പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്, ഈ ക്ഷേമ പെൻഷൻ കിട്ടുന്നവരുടെ അവിടെ പോയിട്ട് പറയാണ്, പിണറായി വിജയൻ സാർ നിങ്ങളുടെ പെൻഷൻ 2000 രൂപയ്ക്ക്. പിണറായി വിജയൻ സാർ അറിയുമോ? പിണറായി വിജയൻ സാറാണ് നിങ്ങൾക്ക് പെൻഷൻ നൽകുന്നത്, അറിയുമോ? ഇതിങ്ങനെ ആവർത്തിച്ച് പഠിപ്പിക്കുകയാണ് അവർ. അതിനുവേണ്ടിയാണ് ചെല്ലുന്നത്. അത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പ് ചെല്ലാത്തതെന്ന് വെച്ചാൽ ഇപ്പോൾ അതൊക്കെ കത്തി നിൽക്കുന്നതുകൊണ്ടാണ്. ഇപ്പോൾ പോയാൽ വലിയ ബുദ്ധിമുട്ടാവും. അപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഏതാണ്ടൊരു ഇപ്പോൾ അറിയാമല്ലോ, കേരളത്തിലെ UDF LDFൻ്റെ ഒരു പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യങ്ങളൊന്നും നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല. വാർഡ് തിരഞ്ഞെടുപ്പാണ്, 1 വോട്ടിനും 2 വോട്ടിനൊക്കെ ജയിക്കുന്ന കാലമാണ്. അപ്പോൾ അതൊക്കെ അതിന് ശേഷം ഒരു സർവേ പോലെ നടത്താൻ തീരുമാനിച്ചതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ പ്രവർത്തകർ ഇപ്പോഴും രംഗത്തിറങ്ങണം. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കാലത്ത് CPM പ്രവർത്തകർ രംഗത്തിറങ്ങണം. എന്നാൽ മാത്രമേ അടുത്ത ഇതിലേക്ക് സർവേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഗവൺമെൻറ് സർവേ ആണെങ്കിൽ ആരാണ് എൻ്റെ നോഡൽ ഓഫീസർ, ഏത് IAS ഉദ്യോഗസ്ഥനാണ് മേൽനോട്ടം വഹിക്കുന്നത്? ഇതൊക്കെ പറയട്ടെ, ഗവൺമെൻറ് പറയട്ടെ. ഇനിയും ഇടതുമുന്നണി ചർച്ച ചെയ്തിട്ടാണോ ഈ സർവേ നടത്താൻ തീരുമാനിച്ചത്? അങ്ങനെയാണോ? അങ്ങനെയാണ് ശരിയാക്കി യഥാർത്ഥ സർവേ ആർക്കും പങ്കെടുക്കാമെന്നല്ലേ അരുൺകുമാർ പറഞ്ഞ സന്നദ്ധ സംഘടന. ശരി, യൂത്ത് കോൺഗ്രസ്സുകാരെ പങ്കെടുപ്പിക്കോ ഈ സർവേയിൽ? യൂത്ത് ഫ്രണ്ടുകാരെ പങ്കെടുപ്പിക്കോ ഈ സർവേയിൽ? പറ. യൂത്ത് കോൺഗ്രസിൻ്റെ സന്നദ്ധ സേവന ഒരു കൂട്ടം എല്ലാ ജില്ലയിലും യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി പേര് തരാം. അവരെ നിങ്ങൾ ഈ സർവേ പങ്കെടുപ്പിക്കുമോ? പഠന സർവേ അല്ലേ? പഠിപ്പിക്കുകയാണെങ്കിൽ ഒരു ഏകപക്ഷീയമായ പഠനമല്ലല്ലോ. ഇതൊക്കെ എന്താ വെച്ചാൽ ശ്രീ NP ചെക്കുട്ടിയിലേക്കും ഒപ്പം തന്നെ ശ്രീ ജോർജ് പൊടിപ്പാറയിലേക്കും എത്തേണ്ടതുണ്ട്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.